കളരിക്കുഞ്ഞാണ് ഗൈസ്. ഉരുട്ടോ കലക്കവെള്ളത്തിൽ മീൻ പിടുത്തല്ല, നമുക്കൊരു പ്രശ്നമല്ല. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? മീൻ പിടുത്തം. അതെ ഗൈസ്, നമ്മളങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ചൂണ്ടയിടാൻ പോണേ. നമ്മൾ സ്ഥിരം പോണേ കാനക്കകത്താണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മൾ നേരെ ചൂണ്ടയിടാൻ പോകും. നമ്മൾ ആകെ ഒരു റോഡ് എടുത്തിട്ടുണ്ട്, അതിൽ ചെറിയ വള്ളിയും കിട്ടി. പിന്നെ നമ്മൾ വേറെ ഒരു കൈ ചൂണ്ട ഇട്ടു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരാൽ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടത്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇതെടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ എന്തൊക്കെയാ പറയാനുള്ളത്? ഇന്ന് മീൻ പിടിക്കും. അതെ, ഉറപ്പ്. അപ്പോൾ അവിടെ ചാടി പോയില്ലായിരുന്നു. അതെ, അതിനെ പിടിച്ച് തൂക്കും. അതെ, ഞാൻ എപ്പോഴും പറയുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ തെങ്ങും കൂട്ടത്തിനാണ് നമ്മൾ ചൂണ്ടിടുന്നത്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെ ചൂണ്ടിടണമെന്ന് അല്ലേ? അതെ, നിങ്ങൾ ഇന്നാളെ ഒരു ഷോർട്സ് ആണ് നീട്ടത്. നീ മീൻ പിടിക്കാൻ തന്നെ പോയത് ലോങ്. ഒരു ലോങ് വീഡിയോക്കകത്ത് ഇവന്റെ ഇന്നൊരു വരാലല്ലേ, ഒരു വലിയ വരാല് ചാടി പോയിട്ടുണ്ടായിരുന്നു. അതിനെ ഇന്ന് തൂക്കും. ഉറപ്പ്. ഓക്കെ, എന്നൊക്കെ വിചാരിക്കണം ഗൈസ് മീൻ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇതാണ് എന്നാ ദുരന്തമാണ്, ശല്യമാണ് അച്ചിള്. മറ്റേ ഒച്ചോ പറയുന്ന സാധനം ആഫ്രിക്കൻ വെച്ച് മൊത്തം പെരുകുക ഇവിടെ. മറ്റേ കൃഷി സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് മൊത്തം എല്ലാം തിന്നു തീർക്കുക. അവർ നട്ടു വെച്ചാണ് സാധനങ്ങളല്ല. അപ്പം എല്ലാവരും പിടിച്ച് കൊന്നുകളയും. അതാണ് നടക്കുള്ളൂ. പെറ്റ് പെരുക കൂടുതലും. ഉപ്പിട്ടാ ചത്തുക്കോളും. അതെ, ഉപ്പിട്ടാ ചത്തുക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം, മീൻ പിടിക്കാം അല്ലേ? അതെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഗൈസ്, നാളെ ഒരു വലിയ സംഭവം നടക്കണ്ട് ഗൈസ്. സസ്പെൻസ്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ എടുക്കും, അന്നേരം കാണാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും എക്സൈറ്റ്മെൻ്റ് അല്ലേ? അതെ, എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യം. അതെ, അപ്പോൾ നാളെ പറയാം ആ കാര്യം എന്താന്ന്. That is the golden moment. വീഡിയോ ആണല്ലാതെ ഒന്നുമില്ല. അതെ, ഒന്നുമില്ല. ഇരിക്കാനൊരു സ്ഥലം തപ്പിയ. അപ്പോൾ ഗൈസ്, നമ്മളുടെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ നമുക്ക് അമ്മഴിച്ച് വീണു. അപ്പോൾ നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്യാം. സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചൂണ്ട സെറ്റ് ചെയ്തിട്ട് ചൂണ്ട ഇടുന്ന താമസം അത് കഴിഞ്ഞാണ്. അപ്പോൾ ഗൈസ്, ചൂണ്ട സെറ്റാക്കിയിട്ടുണ്ട്. ചൂണ്ട സെറ്റാക്കി ഇനി നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കാനയുടെ സൈഡിൽ കൂടെ പോകുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ അവന്മാർ ചൂണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ തന്നെ ഇടാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്നാണ് മീൻ നമ്മുടെ ഇന്ന് മിസ്സായി പോയത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇട്ട് നോക്കാം, കിട്ടുമെന്നറിയാം. കുറച്ച് ആടാണ് പോണ വഴി. അതെ, വെള്ളം കയറി കിടക്കുകയാണ്. ഇതൊക്കെ താണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ്. അതെ, ഗൈസ്, നമ്മളിവിടെ ഇടാൻ പോവാണ്. ഒരെണ്ണം നമ്മളവിടെ ഇട്ടുണ്ട്. അതെ, ഇനി നമുക്ക് കുറച്ച് നേരം അപ്പുറം മാറിപ്പോയില്ല. അവിടെ ഇട്ടുണ്ട്. ഒരെണ്ണം സെറ്റാക്കി നമുക്ക് അവിടെ പോയി ഇട്ടുകൊണ്ടിരിക്കും ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും ഇത് വന്ന് നോക്കണേ മീനുണ്ടോ എന്ന് അല്ലേ? അതെ, എന്നാലും അത്യാവശ്യം നേരം നിന്നിട്ടേ പോകുന്നുള്ളൂ. കുറച്ച് നേരമൊക്കെ നിന്നിട്ടേ പോകുന്നുള്ളൂ. അതെ, ഒരു മണിക്കൂറൊക്കെ. ഇന്ന് അത്യാവശ്യമൊന്നുമില്ല, ഞായറാഴ്ച അല്ലേ? അതെ, ഞായറാഴ്ച പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഗൈസ്, കഴിച്ചുകൊണ്ടിടാൻ. അതെ അതെ അതെ, കിട്ടുമോ ആദ്യം മീൻ? ഉറപ്പായിട്ടും. ഒരെണ്ണത്തിന് പിടിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. അപ്പടി വെള്ളം കയറി കിടക്കുവല്ലേ? അതെ, മൊത്തം വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഒപ്പം ചെളിയുണ്ട്. അതെ, അവനങ്ങ് പോയി. നീ നേരെ പിടിച്ചു പറ. നിന്റെ നേരെ പിടിച്ചു വിടറാ. എൻ്റെ നേരെ പിടിക്കുക. ഈ സ്ഥലമൊന്ന് കഴിയട്ടെ. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. ഏകദേശം ഇവിടെ കേട്ടിടാം. അവിടെ മീൻ താല്പര്യം താഴ്ന്നുണ്ട് വരാല്. ഇവിടെ മീനുണ്ടെന്നാണ് ഇവിടെ ഒരു വലിയൊരു വരാല് താഴ്ത്തേക്ക് താഴ്ന്നു കിട്ടും. നമുക്ക് ഇവിടെ ഇട്ട് വെക്കാൻ ചൂണ്ട. കിട്ടുമായിരിക്കണം. കിട്ടും. ഫിഷ്. അപ്പം നമ്മൾ ഒരെണ്ണം അവിടെ ഇടുന്നുണ്ട്. അവിടെ ഇട്ടുണ്ട്. എന്താവും നമ്മൾ ചൂണ്ടയിട്ടിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? അതെ, നിങ്ങട്ടില്ലേ? കിട്ടും. ഉറപ്പായിട്ടും 100% 100%. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്ന ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അല്ലേ? അതെ,
ഇവിടെ നിന്ന് ഒരു ഉണ്ടയും കിട്ടിയില്ല ഗൈസ്. ഗൈസ് നമ്മളിത് അപ്പുറത്തേക്ക് ചൂണ്ട സ്ഥലം ഒന്ന് മാറ്റിയിടുകയാണ്. നമ്മുടെ ഏരിയ കയറ്റിലുണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയിടാൻ പാ. കാട്ടിക്കട വേണം പോകാം. തൊട്ടപ്പുറം തന്നെ മാറ്റിയിടുന്നത്. തൊട്ടപ്പുറം തന്നെ മാറ്റിയിടുന്നതെന്ന് പറയുമായിരുന്നു. കാണിക്കാൻ തന്നെ ഇവിടെ ഇട്ടേക്കാല്ലേ? അല്ല അങ്ങോട്ട് മാറ്റി വിടണോ? മാറ്റിയിടാം. ഇവിടേക്കാണ് ഗൈസ് ഇടുന്നത്. അപ്പം നമ്മൾ അവിടെ ഇട്ടുണ്ട്. അതങ്ങനെ പൈസ അതങ്ങനെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ പോയി നിൽക്കാം. പരാതി നമുക്ക് നോക്കിയിട്ട് പറ, ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഇപ്പം നമ്മൾ അപ്പുറത്തെ ചൂണ്ടയും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മൾ അവിടെയാണ് ചൂണ്ടിണ്ടായത്. നമ്മൾ അപ്പുറം ചുമ്മാ പോയി നോക്കുക, അവിടെ മീനൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അല്ലേ? അതെ. ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ സ്ഥലം മാറ്റണം. ഇവിടെ ഒന്നും കിട്ടുന്നില്ല, അനക്കം പോലില്ല. നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വന്ന് പിടിച്ചടാ. ഈ ക്ലിയർ സ്ഥലത്തിട്ട് നോക്കി. ക്ലിയർ ആയ എടുത്തിട്ടുണ്ട. അപ്പം നമ്മൾ അവിടെ ഇട്ടുണ്ട്. ഇനി ബാക്കിയാവാൻ പറയുന്നു. ഗൈസ് നമ്മൾ വീണ്ടും സ്ഥലം മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, കിട്ടുമായിരിക്കും അല്ലേ? അതെ, നമുക്ക് ജസ്റ്റ് നടന്നിട്ട്. ആ സ്ഥലം നിങ്ങൾക്ക് അറിയോ അല്ലേ? അതെ, നമ്മൾ പണ്ട് ആമേനെയൊക്കെ പിടിച്ചപ്പോൾ കുള. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം മീൻ വല്ലതും ആയിട്ടുണ്ടോയെന്ന്. ആയി കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നിറച്ചും വെള്ളം കയറി കിടക്കണ്ട. ഇതിലെ മൊത്തം എന്തേ പറമ്പിക്കട വരെ മൊത്തം വെള്ളം കയറി. നമുക്ക് അവിടെ ചെന്ന് കാണിച്ചു തരാം മീനുണ്ടോയെന്ന് അല്ലേ? അതെ ഗൈസ്, നമ്മളത് ഈ കുളത്തിലെത്തിയിട്ടുണ്ട്. വലിയ മീനൊന്നും കാണാനില്ല അല്ലേ? അതെ, ചെറിയ മീൻ അടിക്കൂടെ നടക്കണ കാണാം. വലിയ മീൻ അടിയിലായിരിക്കും. ആയിരിക്കും ഗൈസ്. ഇത് ചെറിയ മീനൊക്കെ കിടപ്പുണ്ട് അതിനകത്തോടെ. പരളൊക്കെ ക്യാമറയിൽ കാണുന്നില്ല. നിറച്ചതേ കുഞ്ഞുങ്ങളവിടെ കണ്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇവിടെ. നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോകാം അല്ലേ? അതെ. ബൈ ഗൈസ്, ബൈക്കും വേണ്ട. ആ ഗൈസ് പോയി നോക്കാം. ഗൈസ്, ഈ കാണുന്ന ചെറിയ ചെറിയ കാനക്കകത്തോടെ മീൻ കുഞ്ഞുങ്ങൾ കയറുന്ന കിടപ്പുണ്ട് അല്ല? ഈ പറമ്പിൽ നിറച്ചും വെള്ളം. അപ്പോൾ അതിനകത്തോടെ മീൻ കാണും. നമുക്ക് ദെവിടം വരെ ചുമന്ന് പോയി നോക്കാം. ബാ ഇല്ല, ചുമ്മാ പോയി നോക്കാം, തിരക്കൊന്നുമില്ലല്ലോ. അതെ, സമയം സമയം ഇത്രയെങ്കിലും ആയി ഗൈസ്. ഭയങ്കര വെയിലായിട്ടുണ്ട്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. 11:15. 11:15 അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇനി നമുക്ക് വൈകിട്ട് വരാം. വൈകിട്ട് വരാൻ നിങ്ങൾ വരില്ലേ? അതെ. അപ്പോൾ നമ്മളിവിടെ ഒരു ചൂണ്ട ഇട്ടിട്ട് പോകുന്നുള്ളൂ. മറ്റേ നമ്മുടെ റോഡ് എടുത്തോളൂ. അതിവിടെ ഇട്ടാൽ ശരിയാവത്തില്ല അല്ല? അതെ. അപ്പോൾ നമ്മൾ മറ്റേ കൈച്ചൂണ്ട അവിടെ കിടപ്പുണ്ട്. അത് നമുക്കൊന്നും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് പോയിട്ട് വൈകിട്ട് വരാം. അപ്പോൾ തന്നെ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അവിടെ ഇട്ട ചൂണ്ട നോക്കാം. എന്നിട്ട് നമുക്ക് വൈകിട്ട് വരാം. അതിൽ ഇതെല്ലാം കൊളുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണല്ലോ മീൻ. അതില്ല അതിൻ്റെ ഒരു ഇത് ചൂണ്ടയൊന്നും കാണാനില്ലല്ലോ. കണ്ടു. നമുക്ക് പോയി നോക്കാം. നമ്മൾ ചൂണ്ട ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ ഒന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് വൈകിട്ട് വരാം. ഗൈസ്, സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞു. ഒരു പെരും മഴ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങുകയാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടുത്തല്ല, നമുക്കൊരു പ്രശ്നമല്ല. അതെ, നമ്മൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമുക്ക് ചെന്ന് നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന്. ഇതേ കണ്ടൊക്കെ നിറച്ചും വെള്ളം കയറി കിടക്കണം. ചാടിക്കൂടാ, അമ്പലത്തിനവിടെ പോവാം ഗൈസ്. ഫോൺ നനയാണ്ട് നമുക്ക് നോക്കണം. മറിയോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പുറം ചാടിയിട്ടുണ്ട്. അയ്യോ, ഇതേ വാഴയൊക്കെ നിൽക്കണം. അങ്ങ് കൂട്ടം കണ്ടോ? അവിടെ നമുക്ക് വേണം. അവിടെയാണ് മീൻ കിട്ടുന്ന മെയിൻ സ്പോട്ട്. അപ്പോൾ അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് ഇനി കാണാം ഗൈസ്. ഈ മഴയും കൂടെ ആയതുകൊണ്ട് ഫോൺ പിടിച്ചോണ്ട് പോകാൻ പാടാ നമുക്ക്. ഒന്നാമത് നമ്മുടെ വാട്ടർ പ്രൂഫ് അല്ല, നമ്മുടെ ഐഫോൺ അല്ല എന്ന് പറഞ്ഞാൽ മതി, സാധാ നോർമൽ ആൻഡ്രോയിഡ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലട്ടെ ഗൈസ്. ഇന്ന് ഉറപ്പൊരു മീൻ കിട്ടും അല്ല അതി. പിന്നെ നമ്മൾ രാവിലെ ഇട്ട ചൂണ്ട നമുക്ക് പോയി നോക്കണം. യെസ്, അത് ലാസ്റ്റ് നോക്കാം. സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ നിറഞ്ഞു ഒഴുകും. അത് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഉറപ്പാണ്. ഇന്നൊരു മീൻ ഉറപ്പാണ് ഗൈസ്. ഇന്ന് നമ്മൾ മീനായിട്ട് ഇവിടെ നിന്ന് കയറുള്ളൂ. ലാസ്റ്റ് നമ്മൾ പോയി ആദ്യമായിട്ട് മറ്റേ കാനലിട്ട മീൻ നോക്കണതായിരിക്കും. ലാസ്റ്റ് നോക്കാമല്ലേ? ലാസ്റ്റ് നോക്കാം. അവൻ ചൂണ്ട തുറക്കുവാണ് ഗൈസ്. ഇവിടെ നിന്നൊരു മീനെ പിടിച്ചിട്ട് ഇന്ന് പോകുന്നുള്ളൂ. അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. അപ്പോൾ നമുക്ക് ചൂണ്ട സെറ്റാക്കിയിട്ട് കാണാം. ബൈ. 7 ചൂണ്ടിട്ട് തുടങ്ങിയത്. ഇനി നമുക്ക് ഇവിടെ ചൂണ്ടിടാം. നമ്മൾ സാധാ കൈ ചൂണ്ടിടണം. നമ്മൾ മറ്റേ റോഡ് വണ്ടിയിലേക്ക് കൊടുക്കും.
നമ്മൾ കഴിച്ചുകൊണ്ട് കിടന്നാണ് റോഡായിരുന്നത്. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം വെള്ളം കിട്ടുമെന്നറിയാം. അയ്യോ ഗൈസ് ഇപ്പോൾ താഴത്ത് തന്നെ. അവിടെ നീ സൈഡ് ചേർത്തിട കേട്ടോ. ഡാ സൈഡ് ചേർത്തിടണേ. ഗൈസ് അവന് ഫസ്റ്റ് മീൻ കിട്ടി. ഇങ്ങനെ തളരിക്കുഞ്ഞാണ് ഗൈസ്. ഉരുട്ടോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് മീൻ നമുക്ക് ഇനി ഇടാം. നമ്മുടെ ചൂണ്ടയിട്ടിട്ടുണ്ട്, കിട്ടുമായിരിക്കും ഗൈസ്. ഈ കുടയും ചൂണ്ട എല്ലാം കൂടെ പിടിക്കാൻ പാടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്നാലും അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം കാണിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. അങ്ങനെ ഇത് പിറ്റേ ദിവസമായി ഗൈസ്. നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടപ്പോൾ ഒരു മഴ സമയത്താണ് നമ്മൾ ചൂണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ല, കാരണം മഴ അങ്ങ് ശക്തമായി ഗൈസ്. അമ്മാതിരി മഴയായിരുന്നു, നമുക്ക് ഒരു വിധത്തിലും അവിടെ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നപ്പോൾ കറണ്ടും ഇല്ല, മൊത്തം ഇരുട്ടുമായി ഗൈസ്. അപ്പോൾ നമുക്ക് ആകെ ഒരു മീനേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ അപ്പറയിട്ടൊരു വേറെ ചൂണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും നമ്മളെടുത്തു. പക്ഷേ അതിനകത്തും നമുക്ക് മീനില്ല. ആകെ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണിച്ച ചെറിയ തളരിക്കുഞ്ഞിനെ മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് ഹാപ്പി ബോക്സർ സൈനിങ് ഓഫ്.